ഇത് നമ്മുടെ 3D റിവേഴ്സ് പെർസ്പെക്റ്റീവ് റൂം എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ലാമ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ 3D ആണ്. അപ്പം എങ്ങനെയുണ്ട്, ഇത് നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതിനകത്തൊരു ലാമ്പ് കൂടെ ഫിറ്റ് ചെയ്തപ്പം നമ്മളൊരു 3D റൂമിൽ കാണുന്ന പോലെ തന്നെ തോന്നുന്നില്ലേ? പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാൽ തോന്നത്തില്ലല്ലോ. നമ്മുടെ മുകളിലും സീലിങ്ങും ഫ്ലോറും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഹായ് ക്യൂട്ടീസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റിവേഴ്സ് പെർസ്പെക്റ്റീവ് റൂമിൻ്റെ ലാമ്പ് DIY ആണ്. അതിനുവേണ്ടി ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പർ എടുക്കുക. ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ലൈൻ വരച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതിനുശേഷം ഏകദേശം 2 സെൻറ്റിമീറ്റർ അകലത്തെ ഡോട്ട് ഇട്ടിട്ട് ഓരോ ലൈനിലും ഇട്ട ശേഷം അതിനെ അകത്തൊരു ചെറിയ സ്ക്വയറായിട്ട് വരച്ചെടുക്കുക കേട്ടോ. അപ്പം അതിനുശേഷം ഇനി വേണ്ടത് ഇല്ലാത്ത സ്ഥലത്തോട് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കാണിക്കുക. എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല. ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതുണ്ട്. ഇത് ഏകദേശം ഇഞ്ചെന്ന് പറയുന്നത് എത്രയാണെന്ന് മനസ്സിലായാലും 1.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. വെളിയിൽ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ നമ്മൾ ആ ഡോട്ട് ഇട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചിരിക്കുന്ന അതേ മെഷർമെൻറ്റിൽ ഉണ്ടാക്കണം, എങ്കിലേ ഉള്ളൂ നമ്മൾ 3D ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഫസ്റ്റ് ഗിവ് വിന്നറാണ് സനൂജ. ഇത് ഏത് മാസത്തെയാണെന്നറിയാം? ഇത് നമ്മുടെ മെയ് മാസത്തിലെ ടോപ്പ് കമൻറ്റർ വിന്നറാണ് സനൂജ ഫസ്റ്റ് കേട്ടോ. ആദ്യം 3 പേര് ടോപ്പ് കമൻറ്റർ വിന്നേഴ്സിനെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ കാണിക്കുക കേട്ടോ. 1.5 ഇഞ്ചാണ് 4 സൈഡിലും കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിതുകൊണ്ട് ആ ഡോട്ടിൽ നിന്ന് ഈ സ്ക്വയറിൻ്റെ ഡോട്ടിലോട്ട് ഒരു ആംഗിൾ പോലെ ഇങ്ങനെ വീണ്ടും ഒന്നുകൂടെ വരച്ച്, അങ്ങനെ 2 ഡോട്ടും കൂടി ജോയിൻ ചെയ്തിട്ട് വീണ്ടും ലൈൻ വരയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ ഡോട്ടിനെയും ജോയിൻ ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുന്നത് കറക്റ്റായിട്ട്, അതുകൊണ്ടാണ് ഇച്ചിരി ലോങ് വീഡിയോ അത്. അപ്പോൾ രണ്ടാമത്തെ വിന്നർ എന്ന് പറയുന്നത് മാളൂസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മെയ് മന്തിലെ ഗിവ് വിന്നറാണ് മാളൂസ് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ 3 ബാക്ക് ടു സ്കൂൾ വിന്നേഴ്സിനെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം 3 പേര് മെയ് മന്തിലെ വിന്നേഴ്സിനെയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയുണ്ട്? ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒന്നിച്ചാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അടുത്ത മന്തിൽ ഗിവ് വിന്നർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയും ചെയ്യണേ. അപ്പോൾ ഈ ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ 3D ലുക്ക് കാണിക്കാൻ വേണ്ടിയുള്ള ഒരിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി ലോങ് വീഡിയോ ആയിപ്പോയത്. അപ്പോൾ എല്ലാവരും കാണുക. അടുത്ത ലാസ്റ്റ് നമ്മുടെ മന്തിലെ ഗിവ് വിന്നർ ദേവു ആണ് മെയ് മന്തിലെ 3ാമത്തെ വിന്നർ എന്ന് പറയുന്നത്. ഇപ്പോൾ 3 പേരുടെ പേര് പറഞ്ഞു. ഇനി നമ്മളുള്ളത് 3 ബാക്ക് ടു സ്കൂൾ വിന്നേഴ്സിൻ്റെ പൗച്ചിൻ്റെ വിന്നേഴ്സില്ല, അവരുടെ കാര്യമാണ് പറയുന്നത്. അവിടെ ഞാൻ വരയ്ക്കുന്ന കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം എല്ലാ സൈഡും ഞാൻ ഒരു ശകലം പോലും വിടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി ലോങ് ആയിട്ട് എടുത്ത്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോ മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ പേപ്പറിലാണ് ചെയ്യേണ്ടത്. അതിങ്ങനെ വരച്ച ശേഷം ഇനി അടുത്ത ഗിവ് വിന്നർ വിനീതയാണ്. വിനീത ഏതിൻ്റെയാണെന്നറിയാം? ബാക്ക് ടു സ്കൂൾ വിന്നറില്ലേ, അതിൻ്റെ ഫസ്റ്റ് വിന്നറാണ്. നമ്മൾ 3 പൗച്ച് വിന്നേഴ്സിന് പറയാമെന്ന് പറഞ്ഞില്ല, അതാണ്. ഒന്നിച്ച് എല്ലാവരും കൂടെ പറഞ്ഞേക്കാമെന്ന് വെച്ചു. പക്ഷേ ഇതൊക്കെ ഇച്ചിരി പതുക്കെ ഞാൻ അയക്കത്തുള്ളൂ. കാരണം എല്ലാവരും കൂടെ ഒന്നിച്ച് പാക്ക് ചെയ്യാൻ സമയം എടുക്കും. നിങ്ങൾക്ക് വീട്ടിലെത്തിക്കോളും, പക്ഷേ ഇച്ചിരി സമയം എടുക്കും. നിങ്ങൾ ചോദിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ വരിക. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള ഡാർക്ക് ഇത് മാത്രം നമ്മൾ കടുപ്പിച്ച് കൊടുക്കുന്നത്. എന്തിനെന്നറിയാം? ബാക്കി ലൈൻസൊക്കെ നിങ്ങൾ വളരെ ലൈറ്റായിട്ട് അടിക്കണം. അടുത്ത അവണിയാണ് അവണിയാണ് നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ 2ാമത്തെ പൗച്ചിൻ്റെ വിന്നർ. ഈ ഡാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാം പെൻസിലുകൊണ്ട് നിങ്ങൾ വരയ്ക്കുക. വളരെ ലൈറ്റായിട്ട് വരയ്ച്ചാൽ മതി. ഈ ബാക്കി കാരണം കടുപ്പിക്കേണ്ട ലൈൻ ഞാൻ പിന്നെ കാണിച്ചിരുന്നുണ്ട്, അതുകൊണ്ടാണ്. അത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇച്ചിരി ഡാർക്കായിട്ട് വരച്ച് കൊടുത്തോളും ആ തുടക്കം തൊട്ടേ. പക്ഷേ ബാക്കിയെല്ലാം നിങ്ങൾ വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. കാരണം അതിലും നമുക്ക് എറേസ് ചെയ്യാനുള്ളതാണ്. ഇത്രയും ലൈൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് എല്ലാ ലൈൻസും വളരെ ലൈറ്റായിട്ട് വരച്ച ശേഷം ഈ കടുത്ത കളർ വരയ്ക്കുന്ന അത് മാത്രം ഡാർക്ക് ചെയ്താൽ മതി. അതുകൊണ്ട് ബാക്കിയെല്ലാം എറേസ് ചെയ്ത് കളയണം. ഇനി നമ്മൾ 2ാമത്തെ പൗച്ചിൻ്റെ വിന്നറാണ് ശിവനന്ദിനി കേട്ടോ. അപ്പം അങ്ങനെ കണ്ട ഇപ്പം വരച്ച് കണ്ട ശേഷം ഞാൻ ബാക്കിയെല്ലാം എറേസ് ചെയ്ത് കളയാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ട്രയാങ്കിളാണ് വരയ്ക്കാൻ വന്നത്. അതിൻ്റെ ടോണറും മറ്റേതിൻ്റെ ഇങ്ങോട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുക. അങ്ങനെ 4 ട്രയാങ്കിൾ 4 സൈഡിലും വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ കടുപ്പിച്ച് കൊടുക്കുന്നു. ഈ ഡോട്ട് ഇടുന്നതിന് കാരണം അതും ഡോട്ട് ഇടേണ്ട കേട്ടോ. ഞാൻ കാണിച്ചു തരാം എവിടെ ഡോട്ട് ഇടേണ്ടത്. അപ്പോൾ ഇങ്ങോട്ടും ഡോട്ട് ഇടണം, മറ്റേ ലൈനില്ലേ അതും ഡോട്ട് ഇടണം. നേരത്തെ കാണിക്കാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഈ ഡോട്ട് നമുക്ക് ആവശ്യമുള്ള അത് ഫോൾഡ് ചെയ്യാനുള്ള ഭാഗങ്ങൾ കേട്ടോ. ഫോൾഡ് എന്ന് എഴുതി, അതുകൊണ്ടാണ് ഡോട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ.
ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സൂക്ഷിച്ച് നോക്കണം. ഞാൻ എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് കാണിക്കണേ. അതായത് നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ചിട്ടില്ലേ, അതായത് ആ ത്രികോണം വരച്ചതിൻ്റെ ഇങ്ങേപ്പുറത്തെ സൈഡിലുള്ള ആദ്യം ഇതിനെ കട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് വേണ്ട ആ ട്രയാങ്കിൾ എന്നുള്ള ഭാഗമില്ല, ആ ത്രികോണം വരച്ചത്, അതുകൊണ്ടാണ് ഡോട്ട് ഇട്ടത്. ആ ഫോൾഡ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് കാണണേ. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോ ആയിട്ട് ആദ്യം സ്പീഡാക്കുക. അങ്ങനെ ഇത് കണ്ടിച്ച് കളയുമ്പോഴത്തേന് എല്ലാ സൈഡിലും നമുക്കുള്ളത് അത്രയും ഭാഗം കണ്ടിച്ച് കളയുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോൾഡെന്ന ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ കണ്ടിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇതുകൊണ്ട് ഇനി അടുത്ത ഭാഗം കണ്ടിക്കാൻ നോക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ഫോൾഡെന്നുള്ള ഭാഗം അവിടെ വെച്ച ശേഷം അതിന് ആ ഡോട്ട് ഇട്ട ലൈനും അതിനിങ്ങപ്പുറത്തെ ഭാഗവും കൂടെ കണ്ടിച്ച് കളയണം. നോക്കണം, ശ്രദ്ധിച്ചു കേട്ടോ. ഉണ്ട്, ഇതുപോലെയാണ് കണ്ടിക്കേണ്ടത്. അപ്പോൾ ഗിവ് അവേനേഴ്സ് എല്ലാം എന്നെ ഒന്നിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മെയിലിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത മാസത്തെ വിന്നർ എന്ന് പറയുന്നത് ഫുൾ മന്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ വിന്നർ ആക്കുന്നത്. അതുകൂടെ നിങ്ങളെല്ലാം ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഷോർട്സും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. പെട്ടെന്ന് നിങ്ങൾ കണ്ട ശേഷം സ്കിപ്പ് അടിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രയോജനമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ആ ഫോൾഡ് എന്നുള്ള ഭാഗം നമ്മൾ പുറവശത്തോട്ട് ഫോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുവാണ്, ഒരു മാർക്ക് വെക്കാൻ വേണ്ടി കേട്ടോ. അത് നമുക്കിനി തുറക്കേണ്ടതാണ്. അതിപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ഫോൾഡ് ചെയ്ത് കാണിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരുവാണ്, ജസ്റ്റ് ആ മാർക്ക് വരാൻ വേണ്ടി. അപ്പം അടുത്തൊരു കാര്യം പറഞ്ഞാൽ ഗിവ് വിന്നേഴ്സ് ഇച്ചിരി ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ഞാൻ അയച്ചോളാം കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞില്ല ലൈനിനെ തുടയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, ആ ലൈനെല്ലാം തുടച്ച് കളയാണ്. പിന്നെ എല്ലാം തുടച്ച് കഴിയുമ്പോഴത്തേന് നമുക്കിപ്പോൾ ഇത്രയും പേപ്പർ ഇങ്ങനെ കിട്ടും. ഇനിയാണ് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത് ഒരു റൂമിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ്. ഞാനിപ്പം സൈഡിൽ വിൻഡോയും കുറച്ച് സൈഡിൽ നമ്മൾ ഫോട്ടോസ് എന്തെങ്കിലും വെച്ചിരിക്കുന്നതായിട്ടും ജനലും ഡോറും അങ്ങനെയൊക്കെ വരയ്ക്കുന്നതായിട്ട് കാണിക്കാറുണ്ട്. പിന്നെ സ്മോളിലത്തെ ഒരു ഭാഗം ഒരു സൈഡ് സീലിങ്സിന് വേണ്ടിയും അത് റൂഫിന് വേണ്ടി ഒരു സൈഡ് ഫ്ലോറിന് വേണ്ടിയും മാറ്റി വെക്കുക. അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ കണ്ടോളും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം, പക്ഷേ ഞാൻ എൻ്റെതായ രീതി വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മെഷർമെൻറ്റ് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഫുൾ വീഡിയോ കാണണം. പിന്നെ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണം. നല്ലവണ്ണം ലൈക്ക് ഇട്ട് നമ്മുടെ ഈ വീഡിയോ നല്ല ടോപ്പിലെത്തിക്കണം. ഇന്ന് ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ അത് നിങ്ങളുടെ വേറെ ഒരു ഗിഫ്റ്റായിട്ടിരിക്കട്ടെ കേട്ടോ. എല്ലാവരും കാണാം, പിന്നെ ഷോർട്സും കാണണം, മറക്കല്ലേ. അപ്പോൾ ഞാൻ വരയ്ക്കുന്നുണ്ടോ, ഞാൻ എനിക്കുള്ള രീതിയിലാണ് വരയ്ക്കുന്നത്. നമുക്കൊരു 3D റൂം ആക്കാൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ഡോറ് വരച്ച് കൊടുക്കുകയാണ്. വരച്ച് ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ തന്നെത്താൻ നോക്കണം. എപ്പോഴും നിങ്ങൾ ഈ 3D റൂം നോക്കുമ്പോൾ നടുഭാഗത്തിൽ നമ്മുടെ സെൻറ്ററിലോട്ടാണ് നോക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ ഇല്യൂഷൻ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു 3D റൂമായിട്ട് അല്ലെങ്കിൽ 3D ഇല്യൂഷൻ കാണാൻ പറ്റും. അപ്പോൾ സെൻറ്ററിലാണ് നോക്കേണ്ടത് കേട്ടോ. നടുക്ക് നമ്മൾ ചെറിയ സ്കോറിൽ അവിടോട്ട് നമ്മൾ നോക്കണം. അപ്പോഴാണ് നമ്മുടെ സൈഡിലത്തൊക്കെ നമുക്ക് ഒരു 3D പോലെ നമ്മുടെ കണ്ണിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഇത്രയും വരച്ചത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ വരയ്ക്കുന്ന പോലെ വരയ്ക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും റെഫറൻസ് വരച്ച് വരയ്ക്കാം. ഇത് ഒരു വെറൈറ്റി ക്രാഫ്റ്റ് ആയതുകൊണ്ട് നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ കൂടെ നിങ്ങളുടെ ഗിവ് വിന്നേഴ്സ് നിങ്ങൾ താമസിച്ചു പോയി, എന്നാലും സാറിൽ നിങ്ങൾ ക്ഷമയോടെ എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗിവ് വേക്ക് വേണ്ടി മാത്രം കമൻറ്റ് ചെയ്യല്, അല്ലാതെ തന്നെ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴുള്ളൂ നമുക്കിതൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവരെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത മാസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടാത്തവർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഫുൾ വീഡിയോ കാണണം, ഷോർട്സ് ഇടണം, ലൈക്ക് കമ്പൽസറി ആയിട്ട് വേണം കേട്ടോ. ഞാൻ റൂളൊക്കെ വെച്ചായിരുന്നു 200 ഒക്കെയാണ്. പിന്നെ ഞാൻ വെച്ചിരുന്നതിൻ്റെ നല്ല സന്തോഷമായിട്ട് നിങ്ങൾക്കൊരു സന്തോഷിക്കാമെന്ന് വെച്ചുകൊണ്ട് തന്നാണ്. അപ്പം ഈ വീഡിയോ മാക്സിമം റീച്ച് എത്തിക്കണം കേട്ടോ, നമുക്ക് മറക്കല്ലേ കേട്ടോ. അപ്പം ഞാനൊരു ക്ലേയുടെ ഒക്കെ വീഡിയോ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. വീട്ടിലെ ഞാൻ മണ്ണില്ലാത്തതുകൊണ്ട് ഒരിടത്തുനിന്ന് മണ്ണ് ചോദിച്ചിട്ടുണ്ട്. മണ്ണ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കേട്ടോ ഞാൻ വരച്ചിന് ഇത് താഴെ വരയ്ക്കുന്ന നമ്മുടെ ഫ്ലോറ് നമ്മുടെ തറയാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. തറയിലൊരു മാറ്റ് വരച്ചിരിക്കുന്നതിന് കാണിക്കാൻ വേണ്ടി ഞാനത് ഇങ്ങനെ ഒരു ചെറിയ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരയ്ക്കാം കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും റെഫറൻസ് എടുത്താൽ മതി. പക്ഷേ ഒരു 3D റൂമായിട്ട് കാണണം. അപ്പോൾ മോളിൽ ഇനി നമ്മൾ സീലിങ്സ് ആണ് വരയ്ക്കാൻ പോകുന്നത്. അവിടെ വേണമെങ്കിൽ ഒരു ഫാൻ ഇടുന്ന അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ ചുമ്മാ ഏതെങ്കിലും ഒരു സീലിങ്ങിനകത്ത് നമ്മൾ കാണുന്ന സ്ക്വയർ ചാമനങ്ങൾ എന്തെങ്കിലും വരയ്ക്കാം. ഞാൻ ആദ്യം എന്താ വരയ്ക്കണം എന്ന് ഓർത്ത് ഫാൻ വരയ്ക്കണം, ലൈറ്റ് വരയ്ക്കണം എന്നൊക്കെ ഓർത്ത് എന്തെങ്കിലുമൊക്കെ വരച്ച് വെക്കാം കേട്ടോ. പിന്നെ ഒരു ഇല്യൂഷൻ വരണം, അത്രയേ ഉള്ളൂ മെയിനായിട്ട് കാണേണ്ടത് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ലൈനും നിങ്ങൾ ലൈറ്റായിട്ട് വരച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ട ഭാഗം ഞാൻ കാണിച്ചില്ല, ഷാർപ്പാക്കി, അവിടെ മാത്രം ഷാർപ്പാക്കിയാൽ മതി. ഇനി ഇതെല്ലാം നമ്മൾ കളർ ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ വളരെ എന്താ പറയേണ്ടത്, പെൻസിൽ കളർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്.
ഒത്തിരി എല്ലാം ഡാർക്കായ നമ്മുടെ ഇല്യൂഷൻ വരത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഷെയ്ഡ്സ് പെൻസിൽ കൊണ്ട് ചെയ്യുന്നത് നല്ലത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ നമ്മുടെ റൂഫ് അല്ലെങ്കിൽ സീലിംഗ് വരച്ച് കൊടുക്കുകയാണ്. മുകളിലൊരു ലൈറ്റ് തൂങ്ങിക്കിടക്കും. ഇങ്ങനെയാണോ നിങ്ങൾക്കൊന്ന് മനസ്സിലായി, എന്നെ ഇങ്ങനെയാണ്ടാ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, മനസ്സിലായി. അപ്പം ഇനി ഇന്ന് രണ്ടാമത്തെ രീതിയിൽ നിങ്ങൾ കണ്ടു നോക്ക്. നമ്മൾ ആദ്യം കണ്ടുപോലെ കാണിക്കാം. ഇതിപ്പോൾ ആദ്യം ഞാൻ ചുമ്മാ പേപ്പർ വെച്ച് ഇല്യൂഷൻ മാത്രം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, പിന്നെ വെച്ചൊരു ലാമ്പായിട്ടും മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് നമ്മൾ കോണോട് കോണായിട്ട്, അതായത് നമ്മുടെ ആ ഷേപ്പിനനുസരിച്ച് വേണം നമ്മുടെ ഏത് ഇമേജ് വരയ്ക്കാൻ കേട്ടോ. വീഡിയോ വലിയ ലെന്തായെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത് ഞാൻ കാണിച്ചില്ലെങ്കിൽ സ്റ്റെപ്പ് മിസ്സായാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ഇതെല്ലാം ഒരു കണക്കല്ലേ, എല്ലാം കണക്കിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. തെറ്റിപ്പോയെല്ലാം തെറ്റിപ്പോവും. അപ്പോൾ ഇനി നമ്മളിതുകൊണ്ട് ഇതിനെല്ലാം ഓരോ ഡിസൈൻ വരച്ചതുകൊണ്ട് അവിടെ ഡോറ് വരച്ചതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു വിൻഡോ ടൈപ്പ് വരച്ച് കൊടുക്കുകയാണ്. ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുകൊണ്ട് ഇതിനെല്ലാം പിന്നെ ബ്ലാക്ക് പെൻ കൊണ്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ, അതുകൊണ്ട് നമ്മൾ താഴത്തെ നമ്മുടെ ഈ തറ വരച്ച് ഫ്ലോർ വരച്ച് കൊടുക്കുകയാണ്. ഫ്ലോർ വരച്ച് കൊടുക്കുന്ന ഫ്ലോറിൽ ഇങ്ങനെ ഈ എന്തോ ടൈൽസ്, ചെറിയ ചെറിയ ടൈൽസൊക്കെ ഇട്ടപ്പോൾ നമ്മൾ കാണത്തില്ലേ, ഒരു തടി കൊണ്ടൊക്കെ ടൈൽസും അങ്ങനത്തെ ഡിസൈൻ വരത്തില്ലേ, ഈ ഇഷ്ടികയുടെ ഡിസൈൻ, അതുപോലത്തെ ഒക്കെ ഏകദേശം ഡിസൈനാണ് വരയ്ക്കുന്നത്. എത്രമാത്രം ശരിയാവുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ നമ്മൾ കണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്കിപ്പം നമ്മുടേതായ രീതിയിൽ വരുത്തുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരും. ഏതായാലും ഫൈനൽ റിസൾട്ട് എനിക്ക് പക്ഷേ ഞാൻ തീർച്ചയായും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗിവ് വിന്നേഴ്സൊക്കെ ഹാപ്പി ആയല്ലോ. അപ്പം നിങ്ങളാരും ഡിമാൻഡ് ചെയ്യില്ലേ, എനിക്കറിയാം എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഗിഫ്റ്റ് വെച്ചിരിക്കുന്നേ ഉള്ളൂ. കാരണം നമ്മൾ മോണിറ്റൈസ് ആകാത്തതുകൊണ്ട് അതുള്ള പൈസ ഉണ്ടല്ലോ. ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് ഇനി ഒരു ഗിഫ്റ്റൊന്നും ഇനി കൊടുക്കുന്നില്ല. ഇനി ഈ മാസത്തെ നമ്മുടെ ജൂലൈ ഫസ്റ്റ് വീക്കിലായിരിക്കും പറയുന്നത് കേട്ടോ. അതുവരെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ചുകൊണ്ട് ഇനി എന്നെ വിട്ടിട്ട് അടുത്ത ആളുടെ പോവുക, അല്ലെങ്കിൽ അടുത്ത ആളുടെ പൊക്കം അതും കുഴപ്പമില്ല, പക്ഷേ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിലല്ലേ നമ്മുടെ ഫാമിലി ആയിട്ട് കരുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുമ്പോൾ നിങ്ങൾ ഓടിയൊന്നും പോയേക്കല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വോളയിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു ചെറിയ സീനറി ടൈപ്പൊക്കെ നമ്മളിങ്ങനെ പോസ്റ്ററോ എന്തൊക്കെ തൂക്കിയിടത്തില്ലേ, ഫോട്ടോസൊക്കെ, അതുപോലെ ഞാൻ വരയ്ക്കുവാണ്. ഇല്യൂഷൻ വരുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് വരച്ച് വെക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ വരച്ചത്. ഇതൊരു വെറൈറ്റി ക്രാഫ്റ്റ് അല്ലേ, ഇതുപോലെ ചെയ്ത് നോക്കാൻ സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. വലിയ സമയമൊന്നുമില്ല. ഒരു പ്രാവശ്യം ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങളിപ്പോൾ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് എല്ലാ സ്റ്റെപ്പും കാണിച്ചു തരുന്നതുകൊണ്ട് വീഡിയോയിൽ ഇത് തന്നുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആകാശവും ഭൂമിയും ഒക്കെ വരച്ച് കൊടുക്കുകയാണ്. മരമൊക്കെ ഇട്ടുന്നതായിട്ട് വരച്ച് കൊടുക്കുകയാണ്. ഇത് വേണമെങ്കിൽ ഞാനിതെല്ലാം കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും വെച്ചാണ്ടാണ് ഞാനിതെല്ലാം കാണിച്ചെടുത്തത്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഡിസൈൻ വരയ്ക്കുക. അപ്പോൾ എല്ലാം ഡിസൈൻ വരച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ നമ്മുടെ ഈ വരയ്ക്കുന്നത് നമ്മുടെ നമ്മുടെ ഭിത്തിയിൽ നമ്മൾ കളർ അടിച്ചു ലൈറ്റ് ഷെയ്ഡ്സാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത്. എങ്കിലുള്ളൂ എനിക്ക് ലൈറ്റ് മതിയായിരുന്നു. നിങ്ങൾക്ക് ഡാർക്ക് വരച്ച അത്ര എനിക്കതിൽ പെൻസിൽ വരയ്ക്കുവാണെങ്കിൽ പെൻസിൽ ഷെയ്ഡ്സ് വരയ്ക്കുന്നതാണ് നല്ലത്, നമ്മുടെ കളർ പെൻസിൽ. അല്ലെങ്കിൽ നമ്മൾ പേസ്റ്റൽ കൊണ്ടുള്ള ബ്രഷ് പെന്നെ യൂസ് ചെയ്യുള്ളൂ. ഒത്തിരി ഡാർക്ക് വരച്ചാൽ നമ്മുടെ എല്ലാം കൂടെ കൊള്ളാവും, ചിലപ്പോൾ പടർന്നൊക്കെ ആയിരിക്കും. ഉണ്ടോ നമ്മുടെ താഴത്ത് നമ്മൾ ഫ്ലോറിനൊക്കെ എൻ്റെ കയ്യിലൊക്കെ കളർ പറ്റി, കൈ മുറിഞ്ഞിരിക്കുക കേട്ടോ ഇച്ചിരി, അതുകൊണ്ട്. അപ്പോൾ എല്ലാം വരച്ച് ഇനി നമ്മൾ ഫോൾഡ് എന്ന് പറഞ്ഞ ഭാഗത്തെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഒട്ടിക്കാൻ പോവാണ്. ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ അതിൻ്റെ പേരാണ് എന്താണ് പറയുക, റിവേഴ്സ് പെർസ്പെക്റ്റീവ് റൂം കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ പേര് വിളിക്കുന്നത് കേട്ടോ. 3D ഇല്യൂഷൻ ആർട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഒട്ടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ പരിപാടി സമാപ്തമായിരിക്കുന്നു. അപ്പം നിങ്ങൾ കാത്തിരുന്ന് നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഗിവ് അവേയും ഇതെല്ലാം ആയല്ലോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഇതനുസരിച്ചായിരിക്കും ഇതിന്, ആരും എന്നോട് ഡിമാൻഡ് ചെയ്യില്ല. എനിക്ക് അറിയാം എന്താ, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഗിഫ്റ്റൊന്നും മേടിക്കാൻ നമ്മുടെ കയ്യിൽ അത്ര പോക്കറ്റ് മണിയില്ല, അതുകൊണ്ടോ. ഇനി ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്യണം, ഇതെല്ലാം കൊറിയർ ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടെ ഒളിച്ച് താമസിച്ചേ കിട്ടത്തുള്ളൂ, എന്നാലും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫുള്ള് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണും. അതുകൊണ്ട് ഇങ്ങനെ നോക്ക്, നടുക്ക് ഭാഗത്തോട്ട് നോക്കേ, നടുക്ക് ഭാഗത്ത് ഇങ്ങനെ ഞാനത് ഭിത്തിയെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നടുക്ക് ഭാഗം വെക്കുമ്പോഴത്തേന് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുമേ എങ്ങനെയാണെന്ന്. ഇല്യൂഷൻ കണ്ടോ, അകത്തോട്ട് നോക്കുക, അകത്തോട്ട് ആ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അപ്പോൾ ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മുകളിലെ സീലിങ്ങും എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മുടെ കണ്ണ് അതേ തന്നെ ഡോട്ട് ചെയ്തിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ഉണ്ടോ സൈഡിലെ വോളും മുകളിലത്തെ സീലിങ്ങും റൂഫും എല്ലാം ഇങ്ങനെ സൈഡിലോട്ട് തിരിക്കുമ്പോൾ സൈഡ് കാണും. അങ്ങനെയാണ്. ഇനി ഇച്ചിരി കൂടെ ഒരു ക്രിയേറ്റീവ് ആകട്ടെ. ഇതിനകത്ത് നമ്മൾ ഇതിനകത്തോട്ട് ലാമ്പ് ഫിറ്റ് ചെയ്ത ശേഷം ഞാൻ അതിനെ വീണ്ടും വോളെ ഒട്ടിച്ചിരിക്കുകയാണ്. ഇപ്പം കണ്ടോ നമ്മുടെ കറക്റ്റ് റൂമിനകത്ത് ലൈറ്റ് ഇട്ടിരിക്കുന്ന പോലെ കാണുവാണ്. എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. അടുത്ത ഗിവ് അവേ നമ്മൾ നടക്കുന്നതാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു വലിയ ചാനലാകണമെങ്കിൽ നിങ്ങൾ ഇഷ്ടംപോലെ ലൈക്ക് ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഷോർട്സും കാണണം. അപ്പോൾ ചേച്ചി തരുന്ന ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. സമയം എടുക്കുന്നുള്ളൂ, ആരും ചോദിക്കേണ്ട, അഡ്രസ്സ് അയച്ചിട്ടിരുന്നാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചാനലുണ്ട്, എൻ്റെ ഗ്രൂപ്പുണ്ട്, അതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക്
ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് അടിക്കണം മറക്കല്ലേ. ബായ്.